സ്റ്റീംഡ് ചാക്കരി പുട്ട് ഉണ്ടാക്കുന്ന വിധം. 1/2 കിലോ ചാക്കരി എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. ശേഷം ഒരു ഇഡലി പാത്രത്തിൽ വെള്ളമെടുത്ത് തട്ടിലേക്ക് ഒരു വൃത്തിയുള്ള വെളുത്ത തുണി ഇറക്കി വെക്കുക. അരി ഇട്ടതിന് ശേഷം തുണി കൊണ്ട് കവർ ചെയ്ത് ലിഡ് അടച്ച് 10 മിനിറ്റ് നേരത്തേക്ക് സ്റ്റീം കടത്തിവിടുക. സ്റ്റീം ചെയ്തെടുത്ത ചാക്കരി ഒരു മുറത്തിലോ മറ്റോ വിതറിയിട്ട് ചെറുതായി ഒന്ന് ഉണക്കിയെടുക്കുക. കണ്ണിയകലം കൂടിയ ഒരു നെറ്റ് ഉപയോഗിച്ച് ഈ ഉണക്കിയെടുത്ത അരി ഒരു ഡ്രൈ ഗ്രൈൻഡറിൽ പൊടിച്ചെടുക്കുക. പൊടിച്ച അരി ഒരു ഉരുളിയിലിട്ട് വറുത്തെടുക്കുക. അധികം മൂത്ത് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ആവശ്യാനുസരണം പൊടി എടുത്ത് അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് തളിച്ച് കുഴയ്ക്കുക. നന്നായി കുഴച്ച് 10 മിനിറ്റ് നേരം മൂടി വെക്കുക. 10 മിനിറ്റുകൾക്ക് ശേഷം ആവശ്യമെങ്കിൽ അല്പം കൂടി വെള്ളം തളിച്ച് നനച്ച് പൊടി പുട്ടുകുറ്റിയിൽ നിറയ്ക്കുക. ശേഷം ആവിയിൽ പുഴുങ്ങിയെടുക്കുക. ഏറെ രുചികരവും സോഫ്റ്റുമായ സ്റ്റീംഡ് ചാക്കരിപ്പുട്ട് റെഡി.